ആലപ്പുഴ കന്നിട്ട പാടശേഖരത്തിന്റെ ഭാഗമായ 20 സെന്റ് നിലമാണ് ചെളി ഉപയോഗിച്ച് നികത്തി തുടങ്ങിയിരിക്കുന്നത്. തണ്ണീർത്തട സംരക്ഷണ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തുന്ന നികത്തലിനായി പള്ളാത്തുരുത്തി ആറ്റിൽ നിന്നും അനധികൃതമായാണ് ചെളി വാരുന്നത്. ജെസിബിയുടെയും ഡ്രഡ്ജറിന്റെയും സഹായത്തോടെ വൻതോതിൽ കോരുന്ന ചെളി വലിയ മോട്ടോർ ഉപയോഗിച്ചാണ് നിരത്തിറക്കുക. നികത്താൻ ഉപയോഗിക്കുന്ന ചെളിയും ഇവിടെ നിന്നുള്ള പോളയും കയറുന്നത് സമീപത്തെ നെൽകൃഷിയെ പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നു. ചെളി നിറഞ്ഞതോടെ വിളഞ്ഞുകിടക്കുന്ന നെൽപ്പാടത്ത് കൊയ്ത്തുയന്ത്രം ഇറക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. സഞ്ചാരയോഗ്യമല്ലാത്ത പൊതുവഴി നന്നാക്കാൻ വേണ്ടി ചെളി വാരാൻ തങ്ങൾക്ക് അനുമതിയില്ലെന്നിരിക്കെ നിലം നികത്താൻ റിസോർട്ട് മാഫിയ നിയമം ലംഘിക്കുന്നതിനെതിരെ പ്രദേശവാസികൾ പ്രതിഷേധസ്വരം ഉയർത്തി തുടങ്ങി. അതുപോലെ തന്നെ ഈ കായലോരങ്ങളിൽ നിന്ന് ഡ്രഡ്ജ് ചെയ്ത മണ്ണ് ചെളി ഇത് ഒരു വ്യക്തിക്ക് മാത്രം ഇത് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു പാരിസ്ഥിതിക പ്രശ്നമാണെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന വീടും അപ്പുറത്ത് കാണുന്ന കൃഷിയിടങ്ങളും ഒരു കാലഘട്ടത്തിൽ അത് മടവീണ് പോകാൻ സാധ്യതയുണ്ട്. അതിനെതിരെ ഞങ്ങൾ ശക്തമായി എതിർക്കുകയും ചെയ്യും. അതിന് അനുകൂലിക്കുന്ന ഏവരുടെ സഹായം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ചെളിയെടുപ്പും നിലം നികത്തലും തടയാൻ റവന്യൂ അധികൃതർ സ്റ്റോപ്പ് മെമ്മോ നൽകിയെങ്കിലും കഴിഞ്ഞ ദിവസവും നികത്തൽ തുടർന്നു. ഇതിനായി ഉപയോഗിക്കുന്ന ജെസിബിയും ഡ്രഡ്ജറും പിടിച്ചെടുക്കാൻ നടപടിയുമുണ്ടായിട്ടില്ല. ഡ്രഡ്ജിംഗ് തുടർന്നാൽ പള്ളാത്തുരുത്തി ആറിനോട് ചേർന്ന് കിടക്കുന്ന ഇരുമ്പനം പാടശേഖരത്തിൽ മടവീഴ്ച ഉണ്ടാകാനും സാധ്യതയുണ്ട്. ദേശീയ ജലപാതയിൽ അനധികൃതമായി ഡ്രഡ്ജിംഗ് നടത്തിയവർക്കെതിരെ നിയമ നടപടി എടുക്കണമെന്നാണ് കർഷകർക്ക് ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടാനുള്ളത്. ക്യാമറമാൻ എസ് സുരേഷ് കുമാറിനൊപ്പം സിതാര സിദ്ധകുമാർ, ഇന്ത്യ വിഷൻ, ആലപ്പുഴ.